He's making some vlogs now. Yeah, He's some Instagram vlogs. do you have Instagram? മൗറീഷ്യസിൽ വന്നിട്ട് കുറച്ചധികം മാസങ്ങളായിട്ടുണ്ടെങ്കിലും ഇതുവരെ ഒരു റോഡ് ട്രിപ്പ് പോകാൻ പറ്റിയിരുന്നില്ല. അപ്പൊ കാത്തിരുന്ന ഒരു റോഡ് ട്രിപ്പ് പോയ കഥയാണ് ഇന്ന്. ഇതാണ് കെവിൻ എന്റെ കൊളീഗാണ്. അപ്പൊ കെവിന്റെ കൂടെ നമ്മൾ ഇന്നൊരു ചെറിയ റോഡ് ട്രിപ്പ് പോവാണ്. പോകുന്നതിന് മുമ്പ് തന്നെ വണ്ടി വഴിയിലായി. ഒന്നുമില്ല, പെട്രോൾ ഒന്ന് തീർന്നതാണ്. പെട്രോളും ഫില്ല് ചെയ്ത് ഗ്രാൻഡ് ബാസിൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഗ്രാൻഡ് ബാസിൻ എന്ന് പറയുന്നത് ഒരുപാടധികം പ്രത്യേകതകളുള്ള ഒരു സ്ഥലമാണ്. പ്രത്യേകതകൾ എന്താണെന്നൊക്കെ വഴിയേ പറയാമേ. ശരിക്കും പറഞ്ഞാല് മൗറീഷ്യസിൽ ഇങ്ങനത്തെയും സ്ഥലങ്ങളുണ്ടോ എന്ന് തോന്നിപ്പിച്ച ഒരു യാത്രയായിരുന്നു കേട്ടോ ഇന്നത്തേത്. മലകളും കാടുകളും പുഴകളും അതുപോലെ തന്നെ റിസർവോയറുകളും ഒക്കെ താണ്ടിയുള്ള ഒരു നല്ല യാത്രയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ പച്ചപ്പ് കൊണ്ട് പൊതിഞ്ഞു കിടക്കുന്ന നല്ലൊരു മനോഹരമായിട്ടുള്ള ഒരു ദ്വീപ് അത് തന്നെയാണ് മൗറീഷ്യസ്. ചുറ്റിനും നീല നിറത്തിലുള്ള ബീച്ചുകളും. ഇനി ഗ്രാൻഡ് ബാസിൻ എന്ന് പറയുന്ന സ്ഥലത്തിന്റെ പ്രത്യേകത എന്താണെന്നല്ലേ? ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് മൗറീഷ്യസിലെ ഇന്ത്യൻ സമൂഹത്തിന് ഇന്ത്യയിലെ ഗംഗാ നദിയിൽ പോയി തീർത്ഥാടനം നടത്താൻ സാധിക്കില്ലായിരുന്നു. അതുകൊണ്ട് അവർ ദൈവത്തോട് ശരിക്കും പ്രാർത്ഥിച്ചു. അങ്ങനെ ഇരിക്കും ഒരു ദിവസം പണ്ഡിറ്റ് സുമൻ ഗോസായി എന്ന് പറയുന്ന ഒരു ഭക്തന് ഒരു സ്വപ്നം കാണാനിടയായി. സ്വപ്നത്തിൽ ശിവഭഗവാൻ ഒരു തടാകം കാണിച്ചു കൊടുത്തു. ഇത് വിശുദ്ധ സ്ഥലമാണെന്ന് അറിയിച്ചുകൊണ്ട്. അടുത്ത ദിവസം അദ്ദേഹം കാട്ടിനുള്ളിൽ ആ തടാകം കണ്ടെത്തി. പിന്നീട് ഇന്ത്യയിൽ നിന്ന് ഗംഗാജലം കൊണ്ടുവന്ന് ആ തടാകത്തിലേക്ക് ഒഴിച്ചു. അതിനുശേഷം ആ തടാകം ഗംഗാ തലാവോ, അതായത് ഗ്രാൻഡ് ബാസിൻ എന്ന വിശുദ്ധ തീർത്ഥാടന കേന്ദ്രമായി അറിയപ്പെട്ടു. എന്തൊക്കെയായാലും ഈ സ്ഥലം മൗറീഷ്യസിലാണെന്ന് പറയത്തേയില്ല കേട്ടോ. എക്സ്ട്രീംലി നമ്മുടെ ഇന്ത്യ പോലത്തെ തന്നെ ഒരു സ്ഥലം. കാൻറ്റ് ബിലീവ് ദിസ്. ഒരുപാട് ഇന്ത്യക്കാരെയും ഇന്ത്യൻ വംശജരെയും അതുപോലെ തന്നെ പല രാജ്യത്തു നിന്ന് വന്നിട്ടുള്ള ടൂറിസ്റ്റുകളെയും കാണാൻ സാധിച്ച്. ഏതായാലും മൗറീഷ്യസിൽ ബീച്ച് മാത്രമല്ല ഇതുപോലത്തെ സ്ഥലങ്ങൾ ഉണ്ടെന്നുള്ളതും എനിക്കൊരു പുതിയ അറിവായിരുന്നു. പിന്നൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. എല്ലാ വർഷവും നടക്കുന്ന മഹാശിവരാത്രി സമയത്ത് ആയിരക്കണക്കിന് ഭക്തര് കാൽനടയായിട്ട് ഗ്രാൻഡ് ബാസിനിലേക്ക് എത്തി ശിവഭഗവാനെ ആരാധിക്കുന്നുമുണ്ട് കേട്ടോ. ഈ സ്ഥലത്തിന്റെ മറ്റ് പ്രത്യേകതകളെ പറ്റി ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ താഴെ കമന്റ് ഇടാവുന്നതാണ്. ശിവനെയും പാർവതിയെയും ഗണപതിയെയും ഒക്കെ കാണുമ്പോൾ ശരിക്കും ഇത് നമ്മുടെ നാട് തന്നെയാണെന്ന് തോന്നിപ്പോവും. ഞങ്ങൾ ചെന്ന ദിവസം എന്തോ ഒരു പൂജ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്കത് എന്താണെന്നുള്ളത് ശരിക്കും മനസ്സിലായിട്ടില്ല. അപ്പൊ ഇതറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ. മൗറീഷ്യസിൽ തീർച്ചയായിട്ടും ഒരു തവണയെങ്കിലും വന്ന് കണ്ടിരിക്കേണ്ട സ്ഥലമാണ് ഇത്. അതുപോലെ പോർട്ട് ലൂയിസിനേക്കാളും കുറച്ചധികം തണുപ്പുള്ള സ്ഥലമാണ് കേട്ടോ. കോളയാണേ. നന്നായി വിശന്നത് കൊണ്ട് തൊട്ടടുത്തുള്ള കടയിൽ പോയി ഞങ്ങൾ 2 ചപ്പാത്തി പറഞ്ഞു. ഇവിടെ വന്നിട്ട് കുറെ കാലത്തിന് ശേഷമാണ് കേട്ടോ ചപ്പാത്തി കഴിക്കുന്നത്. അതിനുശേഷം ഞങ്ങളൊരു മഴവില്ല് കാണാനിടയിൽ. പിന്നെ ഞങ്ങള് മഴവില്ലിന്റെ പുറകെയായി. അതെ, മഴവില്ല് തേടിയുള്ള യാത്ര. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.